എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ ആ വാക്കുകൾ മുഴുവൻ ഒരു പൊസഷനെ കാട്ടുന്ന വാക്കുകളാണ്. ഉദാഹരണത്തിന് ഞാൻ എന്നുള്ളതിൻ്റെ പൊസസീവ് ആർട്ടിക്കിളാണ് എൻ്റെ. ഇംഗ്ലീഷിലത് ഐ, മൈ എന്ന് പറയും. ജർമ്മനിലാവുമ്പോൾ അത് ഇഷ് എന്നുള്ളത് മൈൻ എന്നാവും. ഇഷ് എന്നുള്ളത് ഞാൻ, മൈൻ എന്ന് പറയുമ്പോൾ എൻ്റെ. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും നമുക്കത് മൈൻ എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് മൈൻ കഴിഞ്ഞിട്ട് ഒരു ഫെമിനൈൻ നൗണാണ് വരുന്നത് എങ്കിൽ അതെന്ത് പറയണം? മൈന് എന്ന് പറയണം. ഉദാഹരണം മൈൻ ഫാട്ടർ, എൻ്റെ അച്ഛൻ. ഫാട്ടർ എന്നുള്ളത് ഒരു മാസ്കുലിൻ നൗണാണ്, പുല്ലിംഗമാണ്. അപ്പോൾ അത് കാരണം അത് മൈൻ ഫാട്ടർ എന്ന് പറയും. മൈൻ എന്ന് കഴിഞ്ഞിട്ടൊരു സ്ത്രീലിംഗം, എ ഫെമിനൈൻ നൗണാണ് വരുന്നതെങ്കിൽ മൈന് എന്ന് പറയണം. ദാസ് ഈസ് മൈന് മുട്ടർ. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദാസ് ഈസ് മൈൻ ഫാട്ടർ, അതെൻ്റെ അച്ഛൻ. ദാസ് ഈസ് മൈൻ ബ്രൂഡർ, അതെൻ്റെ സഹോദരൻ. പക്ഷേ ദാസ് ഈസ് മൈന് മുട്ടർ, അത് എൻ്റെ അമ്മ. ദാസ് ഈസ് മൈന് ഷ്വസ്റ്റർ, അതെൻ്റെ സഹോദരി. പക്ഷേ ഈ പൊസസീവ് ആർട്ടിക്കിൾസും കേസ് അനുസരിച്ചിട്ട് മാറി മാറി വരും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നോമിനാറ്റീവ് കേസ്, അക്യുസാറ്റീവ് കേസ്, ഡാറ്റീവ് കേസ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൈൻഡ് എന്നുള്ള പൊസസീവ് ആർട്ടിക്കിൾ അക്യുസാറ്റീവ് കേസിലായിട്ട് വരുന്നതെങ്കിൽ അതൊരു കഴിഞ്ഞിട്ട് ഒരു മാസ്കുലിൻ ജെൻഡറാണ് വരുന്നതെങ്കിൽ ആ മൈൻ എന്നുള്ളത് മൈനൻ എന്നാവും. ഉദാഹരണം Ich frage meinen Lehrer. ഞാൻ എൻ്റെ അധ്യാപകനോട് ചോദിക്കുന്നു. അപ്പം മൈൻ ലെയറർ എന്നുള്ള നൗൺ അക്യുസാറ്റീവ് കേസിൽ വരുമ്പോൾ അത് മാസ്കുലിൻ ജെൻഡർ ആയതുകൊണ്ട് മൈൻ ലെയറർ എന്നുള്ളത് മൈനൻ ലെയറർ എന്നാവും. ഈ നിയമം ന്യൂട്രൽ നൗൺസിന് ബാധകമല്ല, ഫെമിനൈൻ നൗൺസിന് ബാധകമല്ല, പ്ലൂരൽ നൗൺസിനും ബാധകമല്ല. ഓൺലി ഫോർ മാസ്കുലിൻ സിംഗുലർ. അത് മൈൻ ഫാട്ടർ എന്നുള്ളത് മാസ്കുലിനാണ്, സിംഗുലറും ആണ്. അതുകൊണ്ട് അത് ആ മൈൻ ഫാട്ടർ എന്നുള്ളത് അക്യുസാറ്റീവ് കേസിൽ വരുമ്പോൾ മൈൻ ഫാട്ടർ എന്നുള്ളത് മൈനൻ ഫാട്ടർ എന്നാണ്. അതുപോലെ ദു എന്നുള്ളതിൻ്റെ പൊസസീവ് ദൈൻ ആണ്, പൊസസീവ് ഫെമിനൈൻ ദൈന് ആണ്, പൊസസീവ് മാസ്കുലിൻ സിംഗുലർ ദൈനൻ ആണ്. എയർ എന്നുള്ളത് ഹി, അത് സൈൻ ആവും. ഫെമിനൈൻ വന്നു കഴിയുമ്പോൾ സൈന് ആവും. മാസ്കുലിൻ ആവുമ്പോൾ സൈനൻ ആവും. സി എന്നുള്ളത് ഇയർ ആവും. ഇയർ എന്നുള്ളത് ഹെയർ എന്നാണ്. വിയർ എന്നുള്ളത് ഉൻസർ, നമ്മുടേതാവും. അത് ഫെമിനൈൻ ആവുമ്പോൾ ഉൻസർ ആവും. മറ്റേ മാസ്കുലിൻ സിംഗുലർ വരുമ്പോൾ ഉൻസറൻ എന്നാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇഷ്
എന്നുള്ളതിൻ്റെ പൊസസീവ് എന്താണെന്ന് പഠിക്കുക. ഇഷ് മൈൻ, ദു ദൈൻ, എയർ സൈൻ, സി ഇയർ, എയർ സൈൻ, വിയർ ഉൻസർ, ഇയർ ഓയർ, സി ഇയർ, നെക്സി ഇയർ. ഇത് ആദ്യം പഠിച്ചതിന് ശേഷം അത് ഏത് കേസിൽ വരുന്നു, മാസ്കുലിനാണോ ഫെമിനൈനാണോ പ്ലൂറലാണോ എന്ന് നിശ്ചയിച്ചിട്ട് അത് മൈന് എന്ന് പറയണോ മൈനൻ എന്ന് പറയുന്നു, ദൈന് എന്ന് പറയണോ ദൈനൻ എന്ന് പറയുന്നു എന്ന് നോക്കണം. നമുക്ക് രണ്ടുമൂന്ന് കുറച്ച് ഉദാഹരണത്തിന് വേണ്ടി കുറച്ച് സെൻറ്റൻസുകൾ എടുക്കാം. നോക്കൂ, മൈൻ ഫാറ്റർ und meine Mutter sind meine Eltern. ഫാറ്റർ എന്നുള്ളത് മാസ്കുലിനാണ്, അതുകൊണ്ട് മൈൻ നായി. മുട്ടർ എന്നുള്ളത് ഫെമിനൈനാണ്, അതുകൊണ്ട് മൈന് നായി. എൽട്ടേൺ എന്നുള്ളത് പ്ലൂറിലാണ്, അതും മൈന് നായി. അപ്പം മൈൻ ഫാറ്റർ und meine Mutter sind meine Eltern. Meine Eltern leben in Indien. My parents are living in India. Mein Vater hat nur einen Bruder und seine Familie ist sehr klein. എൻ്റെ അച്ഛന് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി വളരെ ചെറുതാണ്. ഇവിടെ എയർ എന്നുള്ളതിൻ്റെ പൊസസീവാണ് നമ്മൾ പറഞ്ഞേക്കണേ, എന്ത് സൈൻ. ഫമീലിയ സ്ത്രീലിംഗമാണ്, ഫെമിനൈൻ ജെൻഡറാണ്, അതുകൊണ്ട് സൈൻ എന്നുള്ളത് സൈന് എന്നായി. Georg ist gut in der Schule. Macht seine Hausaufgaben allein. Georg is very good in the school and he is doing his homework alone. Hausaufgaben എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ട് സൈൻ എന്നുള്ളതിൻ്റെ പ്ലൂരൽ പൊസസീവ് സൈന് ആയിട്ട് സൈന് Hausaufgaben ആയി. Wir machen die Salate und unsere Männer grillen. We are doing the salad, we are making the salad und unsere Männer grillen and our husbands are grilling. Wir എന്നുള്ളതിൻ്റെ പൊസസീവാണ് ഉൻസർ. Männer എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ട് ഉൻസർ എന്നുള്ളത് ഉൻസർ എന്നായി. Tim lebt in Bonn und sein Vater in Berlin. ടിം ബോണിൽ താമസിക്കുന്നു, അവൻ്റെ അച്ഛൻ ബെർലിനിലും താമസിക്കുന്നു. ഇവിടെ ടിം എന്നുള്ളത് തേർഡ് പേഴ്സണാണ്, എയർ എന്നാണ്, അതിൻ്റെ പൊസസീവ് സൈനായി, അതുകൊണ്ട് സൈൻ ഫാട്ടർ. അപ്പോൾ പൊസസീവ് ആർട്ടിക്കിൾസ് എങ്ങനെയാണ് പഠിക്കേണ്ടതും ഇതും കാണാപ്പാഠം പഠിക്കുക തന്നെ ഒരേ ഒരു മാർഗമുള്ളൂ. ഇഷ് മൈൻ, ദു ദൈൻ, എയർ സൈൻ, wir, unser, ihr, euer, sie, ihr. ഇത് ആവർത്തിച്ച് പഠിച്ചു കഴിഞ്ഞ് പൊസസീവ് ആർട്ടിക്കിൾസ് എന്താണ്, പൊസസീവ് ആർട്ടിക്കിൾസ് എന്ന് പറയാം. ചിലവർ ഇതിനെ പൊസസീവ് പ്രൊനൗമൻ എന്ന് പറയും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ പൊസസീവ് പ്രൊനൗൺസ് പഠിക്കാൻ നോക്കുക.